സിസ്റ്റർ ഒരു മിനിറ്റ് ഇങ്ങ് വന്നേ. ഇദ്ദേഹത്തെ പെട്ടെന്നൊന്ന് അഡ്മിറ്റ് ചെയ്യണം. മന്ത്രിയുടെ അപ്പച്ചനാ. 5 വർഷം മുമ്പ് കാണാതായ ആഭ്യന്തരമന്ത്രി പാപ്പച്ചന്റെ പിതാവിനെ മന്ത്രിയുടെ മണ്ഡലത്തിൽ നിന്നു തന്നെ കണ്ടുകിട്ടി. തിരഞ്ഞെടുപ്പ് രേഖകളിൽ പിതാവ് മരിച്ചുപോയി എന്ന് കള്ളം പറഞ്ഞ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം പ്രക്ഷോഭം ആരംഭിച്ചു. സ്വന്തം പിതാവിനെ സംരക്ഷിക്കാൻ കഴിയാത്തൊരാൾ ഒരു മണ്ഡലത്തെയും ഒരു സംസ്ഥാനത്തെയും എങ്ങനെ സംരക്ഷിക്കും എന്ന് പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. അത് ചോദ്യം. എന്തു ചോദ്യം? ഈ തന്തപ്പടിയൊക്കെ ജീവിച്ചിരുന്ന മനസമാധാനമായിട്ട് ഈ മന്ത്രിമാരൊക്കെ എങ്ങനെയാ ഭരിക്കുക? അച്ഛനമ്മമാർ ജീവിച്ചിരിക്കുന്ന മന്ത്രിമാർ എന്തെങ്കിലും പറഞ്ഞ് അവരെ അകത്താക്കണം, അല്ലെങ്കിൽ തള്ളിപ്പറയണം. ജനിപ്പിച്ച അച്ഛനമ്മമാരെക്കാൾ വലുത് എന്നും ഭരണം തന്നെയാ, അല്ലേ ചേട്ടാ? കൊടുകൈ. നീ എന്തായാലും മന്ത്രിയാവും. നിന്റെ നാക്ക് പൊന്നാവട്ടെ. ഇത് കഴിഞ്ഞാൽ രഹസ്യമായിട്ടൊന്ന് കാണണം. കണ്ടാ മതി. വിടുകൈ. യവൻ മന്ത്രിയാവുന്നുള്ള കാര്യം ഉറപ്പാ. അവന് തള്ളി പറയാൻ അവന്റെ അമ്മ മാത്രമല്ലേ ഉള്ളൂ. അച്ഛൻ ആരെന്ന് പറയാൻ അവൻ ആളാരാണെന്ന് അറിയില്ലല്ലോ. മന്ത്രിയാവുന്നതിന്റെ അസൂയാണ്. കാര്യം എന്തൊക്കെയായാലും ജോൺസേട്ടൻ മുങ്ങി നടന്നതാ. അതെ അതെ അതെ. മന്ത്രിയാണെന്ന് പറഞ്ഞ് ചില്ലറ പോക്രിത്തരാണോ ഈ പാപ്പച്ചൻ കാട്ടിക്കൂട്ടിയത്? പക്ഷേ പിള്ളേർക്ക് 4 അക്ഷരം പറഞ്ഞു കൊടുക്കുന്ന അദ്ദേഹത്തിന് ഇതൊന്നും സഹിക്കത്തില്ല. ദിവാകരൻ 2 ദിവസമായി കട തുറന്നിട്ട്. അടി പേടിച്ചിട്ടേ മന്ത്രിയുടെ ആൾക്കാർ എപ്പോഴെത്താന്ന് അറിയില്ലല്ലോ. അപ്പോ വിശ്വം വിശ്വേട്ടൻ അന്ന് തന്നെ വണ്ടിയായിട്ട് പോയതല്ലേ, ഇതുവരെ തിരിച്ചെത്തിയില്ലല്ലോ. തിരിച്ചെത്തിയപ്പോഴും പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചില്ല. വിശ്വത്തിന് കൊടുക്കാനായി മന്ത്രി ഒരു സമ്മാനപ്പൊതി കൊടുത്തയച്ചിരുന്നു. സമ്മാനപ്പൊതിയോ? ദിവാകരൻ എന്താ ഇത് വാലിന് തീ പിടിച്ച പോലെ? കടുപ്പത്തിലൊരു ചായ എടുത്തു കണ്ടോ? സമ്മാനമാ. വിശ്വേട്ടനെ നമ്മുടെ മന്ത്രി പാപ്പച്ചൻ കൊടുത്തു വിട്ടു. നിക്ക് നീ ഇതും കൊണ്ടാ ഇങ്ങോട്ടാ പൊട്ടിക്കാൻ? മന്ത്രി പാപ്പച്ചൻ കൊടുത്തുവിട്ട സമ്മാനമല്ലേ ഇത്? വല്ല ബോംബും ആയിരിക്കും. ആ വാക്ക് അതുവരെ ആരും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരുടെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ഞാനത് പറഞ്ഞപ്പോ ശരിക്കും എല്ലാവരും ഭയന്നു പോയി. ശരിക്കും എന്തായിരുന്നു അതിന്റെ ഉള്ളില്? അത് നിങ്ങൾ ഇങ്ങനെ അതും ഇതും പറഞ്ഞ് അങ്ങനെ വെറുതെ പേടിപ്പിക്കാതെ. ഒന്നുമല്ലെങ്കിലും അങ്ങനെ അപ്പച്ചനെ കണ്ടുപിടിച്ചുള്ള സമ്മാനമല്ലേ അത്? അത് തന്നെയാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. മന്ത്രി അപ്പച്ചനെ എങ്ങനെ ഒഴിവാക്കണമെന്ന് കരുതിയിരിക്കുകയായിരുന്നു. അപ്പോഴല്ലേ നീ എല്ലാം കൂടി പോയി അങ്ങനെ കണ്ടുപിടിച്ചത്? എനിക്ക് വല്ല ആവശ്യമുണ്ടായിരുന്നു. അതെ, ഞാനിപ്പോ എന്നാ ചെയ്യണ്ടേ? ഏതായാലും വിശ്വട്ടം വരുന്നോളം വരെ കാക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. ഞാനിത് പൊട്ടിക്കാൻ പോവാ. ഒന്ന് മാറിക്കേ ഇവിടെ. എന്തായാലും നമുക്ക് തരണേ. സ്വർണ്ണം വല്ലതും ആയിരിക്കടാ. സ്വർണ്ണത്തിന് മണോ?